ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന. ഇന്നും ഒരു പുതിയ സ്റ്റോറിയായിട്ടാണ് വന്നിട്ടുള്ളത്. 3 വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ ആംഗിളിലുള്ള കഥയാണിത്. ഒരു 2016 കാലഘട്ടങ്ങളിലാണ് ഈ കഥ നടക്കുന്നത്. അതിൽ ആദ്യത്തെ കഥാപാത്രം അപ്പു എന്ന് വിളിക്കുന്ന അപർണ. പ്രായം 21, കാണാൻ അതിസുന്ദരി. പ്രായത്തിൻ്റേതായ എല്ലാ തിളപ്പുകളുമുണ്ട്. പല പല ചെക്കന്മാരും പിന്നാലെ ഉണ്ടെങ്കിലും അപ്പുവിന് നല്ല സൗന്ദര്യവും കാശുമൊക്കെ ഉള്ളവരോടാണ് താല്പര്യം. പഠിക്കാൻ അത്ര ബ്രില്യൻ്റ് ഒന്നുമല്ല, എന്നാലും കലാപരമായ കഴിവുകളുണ്ട്. മുഖസൗന്ദര്യത്തിലും ശരീര സൗന്ദര്യത്തിലും മതിമറന്ന് നടക്കുന്നു. അടുത്ത രണ്ടാമത്തെ കഥാപാത്രം അമല എന്ന അപ്പുവിൻ്റെ അമ്മ. പ്രായം 44 ആണെങ്കിലും കണ്ടാൽ പറയില്ല. 10 വർഷങ്ങൾക്ക് മുന്നേ ഡിവോഴ്സായി. അപ്പുവിനെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട്. പണ്ട് നല്ല സൂക്കേടുള്ള കൂട്ടത്തിലായിരുന്നു, ഇപ്പോൾ ഒതുങ്ങി. കുറച്ച് അസൂയയും കുശുമ്പുമൊക്കെയുള്ള കൂട്ടത്തിലാണ്. മകൾക്ക് വരുന്ന നല്ല ആലോചനകളൊക്കെ വേണ്ടാന്ന് വെക്കുന്നത് അമ്മ കാരണമാണ്. മിഡിൽ ക്ലാസ് ആണെങ്കിലും അപ്പർ മിഡിൽ കുടുംബങ്ങളിൽ നിന്നുള്ള ആലോചനകളെ അവർ നോക്കുള്ളൂ. അതിനുള്ള പാങ്ങില്ലെങ്കിലും തൻ്റെ മകളുടെ സൗന്ദര്യം കണ്ട് നല്ല ബന്ധം കിട്ടുമെന്ന് തന്നെയാണ് അമല കരുതുന്നത്. മൂന്നാമത്തെ കഥാപാത്രം മന്ത്രവാദി. 55-ന് മുകളിൽ പ്രായം. ഗജ ഫ്രോഡ്. പണ്ട് പോലീസ് കേസും ജയിൽവാസവും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറത്തും അകത്തും പല പല ഉഡായിപ്പുകളുമായി കറങ്ങി നടന്നതാണ്. അവസാനം നാട്ടുകാരെ പറ്റിക്കാൻ ഇതിലും നല്ല വഴിയില്ലെന്ന് മനസ്സിലാക്കി അയാൾ ഇതിലേക്ക് തിരിഞ്ഞു. അവസാനം ഒരു ഗ്രാമത്തിൽ പോയി ഒരു ഫാം സെറ്റപ്പ് ഉണ്ടാക്കി കുറച്ച് ബ്ലാക്ക് മാജിക്കൊക്കെയായി കഴിയുന്നു. ഇങ്ങനെയുള്ളവർക്ക് പ്രസിദ്ധി കിട്ടുമല്ലോ. അങ്ങനെ കുറേ ആരാധകരും ഉണ്ടായി. കഥയിലേക്ക് പോകാം. അമലയിലൂടെ 2 വർഷം കൊണ്ട് തുടങ്ങിയതാണ് മോൾക്ക് ചെക്കനെ നോക്കാൻ. ഇതുവരെ നല്ലൊരു ബന്ധം കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ, അവർ അരിശത്തോടെ ബ്രോക്കർ മാമിയോട് പറഞ്ഞു. ബ്രോക്കർ മാമി തിരിച്ചു പറഞ്ഞു, അതിനിപ്പോൾ ഞാൻ ചെക്കനെ മടിയിലിട്ട് നടക്കുവാണോ? നിങ്ങൾക്ക് പറ്റുന്നത് വരണ്ടേ? എത്ര നല്ല ആലോചനകൾ ഞാൻ കൊണ്ടുവന്നതാ, നിങ്ങൾക്ക് പിടിച്ചില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള കിട്ടണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം എടുത്തെന്ന് വരും. പക്ഷെ ഉറപ്പായും നിങ്ങൾക്കിഷ്ടപ്പെടുന്നത് ഞാൻ കൊണ്ടുവരും. അത് കേട്ടതോടെ അമലയൊന്ന് തണുത്തു. ചേച്ചി, പെണ്ണിന് 21 വയസ്സായി. ഈ വർഷമെങ്കിലും കല്യാണം നടക്കണം. അതാ ഞാൻ പറയുന്നേ. ഞാൻ എല്ലാം ശരിയാക്കാം മോളെ. അന്ന് ബ്രോക്കർ മാമി പോയപ്പോഴും 500 രൂപയുടെ ഒരു നോട്ട് ഞാൻ അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള വീണ എന്ന പെൺകുട്ടിക്ക് നല്ല വിവാഹം നടത്തിക്കൊടുത്ത് ഈ ബ്രോക്കറാണ്. തീരെ സാമ്പത്തിക ശേഷി ഇല്ലാതിരുന്നിട്ടും വീണയെ നല്ല ജോലിയും സമ്പത്തും ഉള്ള ഒരു കുടുംബത്തിലെത്തിക്കാൻ അവർക്കായി. അതാണ് അമല അവരെ ഇത്ര വിശ്വസിക്കാൻ കാരണം. പിന്നെയും മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഞാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ബന്ധവും ശരിയാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരു തവണ ഒരു യൂറോപ്പിൽ ജോലിയുള്ളൊരു പയ്യൻ്റെ ആലോചന വന്നെങ്കിലും അവസാന നിമിഷം മാറിപ്പോയി. അപ്പുമോൾക്കും നല്ല താല്പര്യമായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ, യോഗമില്ലാതെ പോയി. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ വീണയുടെ അയൽക്കാരിയും ബന്ധുവുമായ കലചേച്ചിയെ അടുത്ത് പരിചയപ്പെടുന്നത്. അങ്ങനെ സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ വീണ ഒരു ടോപ്പിക്കായി. അവൾക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെക്കുറിച്ച് അവർ വാചാലയായി. കലചേച്ചി, എൻ്റെ അപ്പുമോൾക്ക് നല്ല ആലോചന വല്ലതും ഉണ്ടേ പറയണേ. ഇപ്പോൾ അവൾക്ക് 21 വയസ്സായി. വിവാഹം നോക്കുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് സെറ്റാവുന്നില്ല. കലചേച്ചി, അതെന്താ? അവൾ കാണാനൊക്കെ സ്മാർട്ടാണല്ലോ, പിന്നെന്തു പറ്റി? മാട്രിമോണി ഒന്നും നോക്കിയില്ലേ? ഓ, അതൊക്കെയുണ്ട്, നമുക്ക് പറ്റിയതൊന്നും വരുന്നില്ല. ഓ, അതാണോ? ഞാൻ നോക്കാം നിങ്ങൾക്ക് പറ്റിയതുണ്ടോയെന്ന്. അതൊരു ഭംഗിവാക്കായി എനിക്ക് തോന്നി. പക്ഷേ കല വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുമെന്ന് എനിക്ക് തോന്നി. അവളെ ഞാൻ കുറേ പുകഴ്ത്തി. അടുത്ത സൗഹൃദം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുത്തു.
പിന്നീട് ഒരു ദിവസം കണ്ടപ്പോഴാണ് അവൾ എന്നോട് ആ കാര്യം പറഞ്ഞത്. വീണയ്ക്ക് ജാതകത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ അപ്പുമോളുടെ അവസ്ഥ തന്നെയായിരുന്നു. നല്ല ആലോചനയൊക്കെ വരും, പക്ഷേ അങ്ങ് മാറിപ്പോകും. 2 വർഷത്തോളം ഒരുപാട് പെണ്ണ് കാണലും നടന്നു. പിന്നീടാണ് ഒരു ജ്യോത്സ്യനെ കണ്ടപ്പോൾ കാര്യം അറിഞ്ഞത്, ദോഷത്തെപ്പറ്റി. അയാളുടെ അടുത്ത് പരിഹാരക്രിയകളൊക്കെ ചെയ്തിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. പിന്നീടാണ് അദ്ദേഹത്തെ പറ്റി കേട്ടത്. മഹാസിദ്ധന. കാര്യങ്ങളൊക്കെ കേട്ട് വേണ്ട പരിഹാരം നിർദ്ദേശിച്ചു. പറഞ്ഞതുപോലെ എല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് വന്ന ആദ്യത്തെ ആലോചനയിൽ വന്നതാ അവൾക്ക് സെറ്റായ ഇപ്പോഴത്തെ വിവാഹം. അവൾ പറഞ്ഞതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്ന് ഞാൻ ചോദിച്ചു, ഇനി അപ്പുമോൾക്കും എന്തേലും ദോഷം കാണുമോ? കല: നമുക്കൊരു ദിവസം അവളുടെ ജാതകം കൊണ്ടൊന്ന് പോകാം, നോക്കാമല്ലോ അദ്ദേഹം എന്താ പറയുന്നതെന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കലയുടെ വിളി വന്നു. പിറ്റേന്ന് പുള്ളിയെ പോയി കാണാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അദ്ദേഹം താമസിക്കുന്നിടത്തെത്തി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. കൃഷിയും മറ്റുമൊക്കെയായി വിശാലമായൊരിടം. 2-3 ഓടിട്ട കെട്ടിടങ്ങൾ, മരങ്ങളും ചെടികളുമൊക്കെയായി മൊത്തത്തിൽ നല്ല ഫീലുള്ള സ്ഥലം. അവിടെ ഉണ്ടായിരുന്ന കസേരയിൽ ഞങ്ങൾ അവസരത്തിനായി കാത്തിരുന്നു. 1 മണിക്കൂറിന് ശേഷം അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. താടിയും മുടിയും നീട്ടി വളർത്തിയ തൂവെള്ള വസ്ത്രങ്ങൾ ധരിച്ച പ്രായമുള്ള ഒരാൾ. നന്നേ മെലിഞ്ഞിട്ടാണ്, നിലത്ത് ചമ്രം പിണഞ്ഞാണ് ഇരിക്കുന്നത്. കാണാൻ വരുന്നവരും അതുപോലെ അഭിമുഖമായിരിക്കണം. ഞങ്ങൾ പോയി അദ്ദേഹത്തിന് അഭിമുഖമായിരുന്ന് കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. കല: സ്വാമി, എന്നെ ഓർമ്മയുണ്ടോ? കുറച്ച് നാൾ മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട്. വീണ എന്ന കുട്ടിയുടെ വിവാഹക്കാര്യത്തിനായി. എന്നെ ഓർക്കുന്നുണ്ടോ? അയാൾ അവരെ ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ഭംഗിവാക്കാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അതിനുശേഷം അവരുടെ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ഭംഗിവാക്കല്ലെന്ന് എനിക്ക് മനസ്സിലായി. അയാളുടെ ഓർമ്മശക്തിയിൽ എനിക്ക് അത്ഭുതവും തോന്നി. മന്ത്രവാദി: ആർക്കാണ് ആ പ്രശ്നം? അവർ പറയൂ കാര്യങ്ങൾ. അത് കേട്ട് ഞാൻ പറഞ്ഞു, സ്വാമി, എൻ്റെ മകൾക്ക് വേണ്ടിയാണ് വന്നത്. അവൾക്ക് 21 വയസ്സായി. ഒരുപാട് വിവാഹാലോചനകൾ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. അപ്പോഴാണ് സ്വാമിയുടെ കാര്യം ഞങ്ങൾ അറിഞ്ഞത്. അവളുടെ ജാതി നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പുവിൻ്റെ ജാതകം അയാൾക്ക് നൽകി. അയാൾ അത് വാങ്ങി വിശദമായി പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, വിശദമായി ഒന്നുകൂടെ നോക്കാനുണ്ട്. അതിനുശേഷമേ ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നും എനിക്കതിൽ ഇടപെടാൻ കഴിയുമോ എന്നും പറയാൻ കഴിയുള്ളൂ. ഫോൺ നമ്പർ തന്നിട്ട് പൊക്കോളൂ, ഇവിടുന്ന് വിളിക്കും. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെയും കുറേ ആൾക്കാർ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ദോഷത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് കേട്ട് ഞാൻ വ്യാകുലപ്പെട്ടു. എൻ്റെ മുഖം കണ്ട് കല പറഞ്ഞു, ഡോ പേടിക്കണ്ട, അദ്ദേഹം നമ്മുടെ കേസ് ഏറ്റെടുത്താൽ രക്ഷപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് അവിടെ നിന്നുള്ള വിളിക്കായി ഞാൻ കാത്തിരുന്നു. ഇനി കഥ പോകുന്നത് മന്ത്രവാദിയിലൂടെയാണ്. അവർ വന്നപ്പോഴേ ഞാൻ കണക്ക് കൂട്ടൽ ആരംഭിച്ചിരുന്നു. ഒരാളെ എനിക്കറിയാം, കൂടെയുള്ള സ്ത്രീയെ കണ്ടിട്ടില്ല. കാണാൻ സുന്ദരിയും ശരീര സൗന്ദര്യമുള്ളവളുമായ അവളുടെ പ്രശ്നപരിഹാരത്തിനാണ് അവർ വന്നതെന്ന് ഞാൻ ഊഹിച്ചു. എൻ്റെ നിഗമനം ശരിയായിരുന്നു. പ്രശ്നം അവർക്കല്ലെങ്കിലും അവരുടെ മകൾക്കായിരുന്നു. കാര്യങ്ങളൊക്കെ കേട്ട ശേഷം വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവരെ മടക്കി അയച്ചു. കുറച്ചുനാളായിരുന്നു നല്ലൊരെണ്ണത്തിനെ കിട്ടിയിട്ട്. അവളെ കണ്ട 21 വയസ്സുള്ള മകളുണ്ടെന്ന് പറയില്ല. ഉഷിരൻ ഉരുപ്പടിയാണ്. ഒത്താൽ അമ്മയും മകളെയും നല്ല രീതിയിൽ കിട്ടും എന്നെനിക്ക് തോന്നി. ഞാൻ അതിനു വേണ്ടിയുള്ള കരുക്കൾ നീക്കാൻ ആരംഭിച്ചു. ആദ്യപടിയായി അവരുടെ അന്ധവിശ്വാസത്തിൻ്റെ ആഴം എനിക്കറിയണമായിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അവരുടെ നമ്പറിൽ വിളിച്ച് പിറ്റേ ദിവസം മകളെയും കൂട്ടി വന്ന് കാണാൻ പറഞ്ഞു. അന്നേ ദിവസം മറ്റാരെയും കാണേണ്ട എന്നും എൻ്റെ അടുത്ത ഇര ഇവരാണെന്നും തീരുമാനിച്ചു.
അവരോട് പറയേണ്ട കാര്യങ്ങൾ മനസ്സിലുറപ്പിച്ചിരുന്നു. പറഞ്ഞ ദിവസം കൃത്യസമയത്ത് തന്നെ അവരെത്തി. എൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന അവരെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത്ര സുന്ദരിയായ ഒരു പെണ്ണ്, തൊട്ടാൽ ചോര പൊടിയുന്ന നിറം, ബോഡി ഷേപ്പിൽ ഫിറ്റടിച്ച ചുരിദാർ, ചുവന്ന തൊടുത്ത ചുണ്ടുകൾ, കരിങ്കൂവള മിഴികൾ, മൊത്തത്തിൽ കൊഴുത്തൊരുപടി. അവർ വന്ന് എനിക്ക് മുന്നിലിരുന്നു. പ്ലീറ്റ് നന്നെ കയറ്റി വെട്ടിയ ചുരിദാർ. ഇവളെ കിട്ടിയാൽ എൻ്റെ രാജയോഗമാണ്. ഞാൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപർണ 21 വയസ്സ്, ചോദ്യനക്ഷത്രം. വിവാഹം 21 വയസ്സ് തന്നെയാണല്ലോ കാണിക്കുന്നത്. അവർ മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു. ഞാൻ തുടർന്നു. പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ മോൾക്ക് 2ാം വിവാഹമാണ് ഗുണകരമായി കാണുന്നത്. അത് കേട്ട് അവരുടെ മുഖം മ്ലാനമാകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അമല ചോദിച്ചു, പ്രതിവിധി ഒന്നുമില്ലേ സ്വാമി? ഉണ്ടോയെന്ന് ചോദിച്ചാൽ പാടാണ്. ജാതകത്തിലുള്ളത് മാറ്റാനൊന്നും ആരെക്കൊണ്ടും കഴിയില്ലല്ലോ. അമല, അപ്പോൾ ഒരു പരിഹാരവുമില്ലെന്നാണോ? ഞങ്ങൾ ആഗ്രഹിച്ച പോലൊന്ന് മോൾക്ക് ലഭിക്കില്ലേ? സാധാരണ ഇങ്ങനെയുള്ള ജാതക പ്രശ്നം വരുമ്പോൾ വിധിപ്രകാരം ഒരാളെ കൊണ്ട് താലി ചാർത്തിയ ശേഷം അത് അഴിച്ചു കളയുകയാണ് ചെയ്യുന്നത്. നിയമപരമായി ഒന്നും ചെയ്യാറില്ല. പിന്നെ കുറച്ച് പരിഹാരങ്ങളും ചെയ്യുന്നതോടുകൂടി എല്ലാം മാറേണ്ടതാണ്. ഇതിപ്പോൾ മോളുടെ പ്രശ്നം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അമല ചോദിച്ചു, എന്താണ് ആ കോംപ്ലിക്കേഷൻ? ഒരു തരത്തിലുള്ള പരിഹാരവുമില്ലേ? മോളുടെ ആദ്യ വിവാഹത്തിൽ ഒരു കുഞ്ഞുണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട്. ശേഷം വിവാഹബന്ധം മുറിച്ച ശേഷമുള്ള ജീവിതത്തിൽ ഉയർച്ചയും കാണുന്നുണ്ട്. പിന്നെ പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി നോക്കിയാലേ പറയാൻ കഴിയൂ. ഒന്നുകിൽ അനിവാര്യമായ കാര്യങ്ങൾ നേരിടാനുള്ള കരുത്തുമായി മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ പരിഹാരമുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി ചെയ്യുക. മോളുടെ അമ്മയായ നിങ്ങളുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ക്രിയകൾ നിങ്ങളും ചെയ്യേണ്ടി വരും. ഒന്നും ഇപ്പം ഞാൻ ഉറപ്പ് തരുന്നില്ല. നിങ്ങളുടെ തീരുമാനം അറിയിച്ചാൽ മതി. അമല മറുപടി പറഞ്ഞു, ആലോചിക്കാനൊന്നുമില്ല സ്വാമി. നമുക്ക് പരിഹാരം ചെയ്യണം. അതിനുള്ള പണമെല്ലാം ശരിയാക്കാം. പണം മാത്രമല്ലല്ലോ വേണ്ടത്, ചെയ്താൽ ഗുണം കിട്ടണ്ടേ? എന്തായാലും ഇപ്പോൾ പോകൂ, ബാക്കി ഞാൻ നോക്കിയിട്ട് പറയാം. അന്ന് അവർ ദക്ഷിണ തന്നപ്പോൾ ഞാൻ വാങ്ങിയില്ല. ഇപ്പോൾ ഒന്നും വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമില്ലെങ്കിൽ ഞാൻ ദക്ഷിണ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അതവർക്ക് എന്നിലുള്ള വിശ്വാസം കൂട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. മാത്രമല്ല, എനിക്ക് അവരുടെ പണമല്ലായിരുന്നു വേണ്ടത്. മാതകത്തിടമ്പായ അമലയെയും അവളുടെ കൊഴുത്ത സുന്ദരി അപർണമോളെയുമായിരുന്നു. അവർ എഴുന്നേറ്റ് തിരികെ നടന്നപ്പോൾ അപ്പുവിൻ്റെ ചുരിദാർ അവിടെ ചുരുങ്ങിയിരുന്നു. അതവൾ താഴേക്ക് വലിച്ചിട്ടു. തിരിഞ്ഞു നടക്കുമ്പോൾ താളത്തിലാടുന്ന അവളുടെ പിന്നഴക് കണ്ട് ഞാൻ വെള്ളമിറക്കി. മകളുടെ അങ്ങനെ അവർക്ക് വേണ്ടിയുള്ള 2ാം വട്ട കരുനീക്കങ്ങൾ തുടങ്ങി. പലയിടങ്ങളിലായി കറങ്ങി പലതരത്തിലുള്ള ഉരുപ്പടികളെ കിട്ടിയിട്ടുണ്ടെങ്കിലും അപർണ അതിലെല്ലാം മികച്ചതാണ്. സ്വല്പം പ്രായമുണ്ടെന്നേയുള്ളൂ. അമ്മയും ഒന്നിനൊന്ന് മെച്ചമായ കാലത്ത് മകളേക്കാൾ നന്നായിരുന്നിരിക്കണം അവർ. അവരുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിനായി ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. ഇടയ്ക്ക് 1-2 വട്ടം അവർ വിളിച്ചെങ്കിലും പരിഹാരക്രിയകൾ വേണ്ട രീതിയിൽ ഫലപ്രദമായിട്ടുള്ളത് വെളിവായില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ അവരെ വിളിച്ചു വരുത്തി എൻ്റെ പ്ലാനിംഗ് നടപ്പിലാക്കാനുള്ള വഴികൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ തീരുമാനിച്ചു. അവർ അതിൽ വന്ന് ചാടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ആദ്യ ദിവസങ്ങളിൽ വന്നതിൽ നിന്നും വ്യത്യസ്തമായ വസ്ത്രവിധാനങ്ങളുമായാണ് അന്ന് അവർ വന്നത്. അമല ഇറുകിയ ഒരു ചുരിദാറും അപ്പു ഒരു പട്ടുപാവാടയും ഉടുപ്പുമാണ് ധരിച്ചിരുന്നത്. അങ്ങനെ ഒരു വേഷത്തിൽ അമലയെ കാണാൻ ഞാൻ സത്യത്തിൽ കൊതിച്ചിരിക്കുകയായിരുന്നു. മകളേക്കാൾ മുഴുപ്പുള്ള അമ്മയെ നന്നായി കണ്ട് ആസ്വദിച്ചു. അമല പറഞ്ഞു, അങ്ങ് പറയുന്ന എന്ത് പരിഹാരക്രിയകൾ ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്, ഫലം ലഭിക്കുമെങ്കിൽ. ഞാൻ പറഞ്ഞു,
എല്ലാം അണുവിട തെറ്റാതെ ചെയ്യണം. ചെറിയ അബദ്ധം സംഭവിച്ചാൽ തന്നെ നമ്മൾ തോറ്റുപോകും. ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. ആദ്യം മകളുടെ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. അതിനുശേഷം മാത്രമേ ശരിയായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ എനിക്കാവുള്ളൂ. അപർണയ്ക്ക് നിലവിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രണയബന്ധമുണ്ടോ? അപ്പു അമ്മയെ ഒന്ന് നോക്കിയ ശേഷം ഇല്ല എന്ന് പറഞ്ഞു. നോക്കുമോളെ, ഇവിടെ അമ്മ ഇരിക്കുന്നു എന്ന് നോക്കണ്ട. കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ വേണ്ട രീതിയിലുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ എനിക്കാവുകയുള്ളൂ. അപ്പു ഇല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആരെയും പ്രണയിച്ചിട്ടേ ഇല്ലേ? അങ്ങനെയല്ല, പ്രണയമുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. എപ്പോഴെങ്കിലും ആരെങ്കിലുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ അല്ലേ? അത് കേട്ടതും അവളൊന്ന് ചൂളി. തുടുത്ത അവളുടെ മുഖം നാണത്താൽ ചുവക്കുന്നത് ഞാൻ കണ്ടു. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഓ, ഇവളെ കിട്ടിയാൽ ഞാൻ ഭാഗ്യവാൻ തന്നെ, മനസ്സിൽ കണക്ക് കൂട്ടി. അമല ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ശേഷം മറ്റാരെങ്കിലുമായി എന്തെങ്കിലും ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? നേരത്തെ മോളോട് ചോദിച്ച പോലെയാണ് ഞാൻ ചോദിച്ചത്. അമല നന്നെ വിയർക്കാൻ തുടങ്ങി. എന്തു പറയണമെന്നറിയാതെ അവർ കുഴങ്ങി. അവസാനം അവർ അത് എന്നൊരു മറുപടിയിൽ ഒതുക്കി. ഇനി മോൾ കുറച്ചു നേരം പുറത്ത് നിൽക്ക്, ഞാൻ അമ്മയുമായി കാര്യങ്ങൾ സംസാരിക്കട്ടെ. അപ്പു എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. പെങ്കൊച്ചു പോയ ഉടനെ ഞാൻ തുടർന്നു. നിങ്ങളും പരിഹാരങ്ങൾ ചെയ്യേണ്ടി വരും. അവർ അതിന് സമ്മതം മൂളി. ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. ആദ്യ വിവാഹം എന്നത് അപർണയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് മറ്റെന്തെങ്കിലും പ്രണയബന്ധമുണ്ടോ എന്നും എന്തെങ്കിലും ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നും ചോദിച്ചത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമായിരുന്നു. അതില്ലാത്ത സ്ഥിതിക്ക് ഗാന്ധർവ വിധിപ്രകാരം വിവാഹം നടത്തി അയാൾക്കൊപ്പം ശയിച്ച് അനുയോജ്യമായ നാളിൽ ബന്ധം വേർപ്പെടുത്തണം. ശേഷമുണ്ടാകുന്ന ആർത്തവത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതായും കണക്കാക്കി വേണ്ട ക്രിയകൾ ചെയ്ത് ശുദ്ധം നൽകണം. മകളുമായുള്ള ബന്ധത്തിന് മുന്നേ നിങ്ങൾ മരുമകൻ്റെ പാദപൂജ നടത്തി ശുദ്ധം വരുത്തണം. അയാൾ മുൻകാലങ്ങളിൽ ചെയ്ത ബന്ധങ്ങളുടെ അശുദ്ധി മാറാനാണത്. പിന്നെ നിങ്ങൾ മറ്റൊരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനാൽ നിങ്ങളും ക്രിയകളുടെ ഭാഗമാകുകയും മകളുമായുള്ള ബന്ധത്തിന് ശേഷമുള്ള അതേ വസ്തു കൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ദേഹശുദ്ധി വരുത്തണം. മകളുടെ ഭർത്താവായി സങ്കല്പിച്ച ആളിനെ വിസ്മരിക്കുന്നതിലൂടെ ചടങ്ങുകൾ പൂർത്തിയാകും. അതിനുശേഷം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ബന്ധം ലഭിക്കാനുള്ള പൂജകൾ തുടങ്ങാം. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയൂ. സ്വാമി, ഞാൻ മകളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് വെളിയിലേക്ക് പോയി. അന്ധവിശ്വാസിയായിരുന്ന അവർ ഇതിനെല്ലാം സമ്മതിക്കും എന്നെനിക്കുറപ്പായിരുന്നു. ഇനി അമലയുടെ ചിന്തകളിലൂടെ. അപ്പു പുറത്തു തന്നെ ഉണ്ടായിരുന്നു. അവളെ വിളിച്ച് ഒരു മരത്തണലിൽ പോയിരുന്ന് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. എല്ലാം കേട്ട് അവൾ സ്തംഭിച്ചിരുന്നു. അവൾ പറഞ്ഞു, എല്ലാം അമ്മയുടെ ഇഷ്ടം. സത്യത്തിൽ അപ്പുവിൻ്റെ ഭാഗത്തു നിന്നും പെട്ടെന്ന് പോസിറ്റീവായൊരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കേട്ട പാതി ഞാൻ അദ്ദേഹത്തിനരികിലേക്ക് ഓടി ഞങ്ങളുടെ സമ്മതം അറിയിച്ചു. ആർത്തവ ചക്രത്തിലെ ഗർഭിണിയാകാൻ സാധ്യതയില്ലാത്ത 2 ദിവസങ്ങൾ തിരഞ്ഞെടുത്തറിയിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ദക്ഷിണയും കൊടുത്തിറങ്ങി. കലയെ വിളിച്ച് സ്വാമി സഹായിക്കാമെന്ന് പറഞ്ഞ് രഹസ്യമാക്കി വെക്കേണ്ടത് അവളിൽ നിന്നും രഹസ്യമാക്കി വെച്ചു. അപ്പുവിനോട് സെലക്ട് ചെയ്യേണ്ട ദിവസത്തിനെ പറ്റി ചോദിച്ചു. അവൾ നാണത്തോടെ അടുത്ത ആഴ്ചയിലെ 2 ദിവസങ്ങൾ പറഞ്ഞു. ഞാനത് അദ്ദേഹത്തെ വിളിച്ചറിയിച്ചു. വാങ്ങേണ്ട കുറേ സാധനങ്ങളുടെ ലിസ്റ്റ് അദ്ദേഹം അയച്ചു തന്നു. അതിൽ വധുവിനുള്ള സാധനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. മകൻ അമലിനെ 2 ദിവസത്തേക്ക് എൻ്റെ വീട്ടിൽ നിർത്താൻ തീരുമാനിച്ചു.
എല്ലാവരോടും പഴനിയിൽ പോകുവാൻ പറഞ്ഞു. അങ്ങനെ പ്ലാൻ ചെയ്ത ദിവസമെത്തി. പ്ലാൻ ചെയ്ത പോലെ എല്ലാം ചെയ്തു. അമലിനെ വീട്ടിലാക്കിയ ശേഷം ടൗണിലെത്തി ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പു കാണാതെ 4-5 ഗുളികകൾ വാങ്ങി ബാഗിൽ വെച്ചു. സ്വാമിയുടെ ആശ്രമം ലക്ഷ്യമാക്കി ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര തുടങ്ങി. സ്ഥലമെത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പരിചാരകൻ കാറുമായി വന്ന് ഞങ്ങളെ കൂട്ടി അങ്ങോട്ടേക്ക് പോയി. ആശ്രമത്തിലുള്ള ഓടിട്ട ഒരു വീട് ഞങ്ങൾക്കായി തന്നു. 11 മണിക്ക് ശേഷമാണ് ചടങ്ങുകൾക്കുത്തമം. അതുവരെ വിശ്രമിച്ചോളാൻ പറഞ്ഞു. അപർണ എന്ന അപ്പുവിലൂടെയാണ് ബാക്കി കഥ പോകുന്നത്. യാത്രയുടെ ക്ഷീണം കാരണം ഞാനൊന്ന് മയങ്ങിപ്പോയിരുന്നു. 7 മണിയായപ്പോഴാണ് അമ്മ വിളിച്ചുണർത്തിയത്. ഞങ്ങളെ വിളിക്കാൻ വന്ന പരിചാരകൻ ചായ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 9 മണിയാകുമ്പോൾ റെഡിയായി അങ്ങോട്ട് ചെല്ലാൻ അയാൾ പറഞ്ഞു. ഞാൻ കുളിച്ച് റെഡിയാകാൻ പോയി. ആദ്യം അമ്മ ഇത് പറഞ്ഞപ്പോൾ സ്വല്പം താല്പര്യക്കുറവ് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അയാളുമായുള്ള ബന്ധത്തിന് മാനസികമായും ശാരീരികമായും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ വധുവിൻ്റെ വേഷവിധാനങ്ങൾ ധരിച്ചു അങ്ങോട്ട് പോയി. സ്വാമി എന്തിലോ മുഴുകിയിരിക്കുകയായിരുന്നു. ഞങ്ങളെ കണ്ടതും എഴുന്നേറ്റ് വന്ന് കാര്യങ്ങൾ വീണ്ടും വിശദീകരിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, 10 മണിക്കാണ് വിവാഹ സമയം. നിങ്ങളുടെ പ്രൈവസിക്കായി എല്ലാവരെയും ഞാൻ പറഞ്ഞു വിട്ടു. താലി ചാർത്തിക്കഴിഞ്ഞാൽ എല്ലാം കഴിയുന്നത് വരെ എനിക്കൊന്നും വിശദീകരിക്കാൻ സാധ്യമല്ല. അതിനാൽ അമലയെല്ലാം നന്നായി ചെയ്യണം. അമ്മ അത് കേട്ട് തലകുലുക്കി. താലി ചാർത്തൽ കഴിഞ്ഞാൽ കൈപിടിച്ച് തന്ന ശേഷം ആ നിമിഷം നിങ്ങൾ ആ മുറിയിലേക്ക് പോകണം. മറ്റൊരു മുറി ചൂണ്ടിക്കാട്ടി അയാൾ പറഞ്ഞു. അതിന് കുറച്ച് ശേഷം ഞാൻ വെളിയിലേക്ക് കുളിക്കാനായി പോകും. അപ്പു നിങ്ങളുടെ മുറിയിലേക്ക് വരും. വെളുത്ത വസ്ത്രം ധരിപ്പിച്ച് പിന്നിലുള്ള കുളത്തിൽ മുങ്ങിക്കുളിച്ച് വിവാഹം നടന്ന മുറിയിൽ എനിക്കായി കാത്തിരിക്കണം. നിങ്ങൾ അവിടെയുള്ള പുൽപ്പായ വിരിച്ച് പുഷ്പങ്ങൾ വിതറി കിടക്കാം. അതിനുശേഷം ഞാൻ നിങ്ങളുടെ മുറിയിലേക്ക് വരുമ്പോൾ എന്നെ അവിടെയുള്ള പീഠത്തിലിരുത്തി പാദപൂജ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശേഷം മണിയറയിലേക്ക് പോകുന്ന ഞാൻ അപ്പുവുമായി മണിയറയിൽ ക്ഷയിക്കും. ഞാൻ അവിടെ നിന്നിറങ്ങിയ ശേഷം അപ്പു കുളിച്ചു വന്ന് വേഷം മാറി നിൽക്കണം. തിരികെ നിങ്ങളുടെ മുറിയിലേക്ക് എത്തുന്ന എന്നെ വസ്ത്രങ്ങൾ ധരിപ്പിക്കണം. ശേഷം നമ്മൾ ഇരുവരും ഇവിടെ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നിടത്ത് പോയി രാസകേളികൾ നടത്തണം. അതിൻ്റെ അവസാനത്തോടു കൂടി എല്ലാം രമ്യമായി പര്യവസാനിക്കും. പിന്നെ നാളെ രാവിലെ ഫലപ്രാപ്തി നോക്കി എല്ലാം ശരിയായാൽ നിങ്ങൾക്ക് പോകാം. അല്ലെങ്കിൽ ഒരു തവണ കൂടി വിവാഹം ഒഴികെയുള്ളതെല്ലാം ചെയ്യണം. എല്ലാം കേട്ട് ഞാൻ തലകുലുക്കി സമ്മതിച്ചു. ഞാനും അമ്മയും വിവാഹ റൂമിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് സ്വാമി വരൻ്റെ വേഷം ധരിച്ച് അവിടേക്കെത്തി. നീട്ടി വളർത്തിയിരുന്ന താടിയും മുടിയും ഇത്തവണ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. വന്നയുടനെ കണ്ണടച്ച് എന്തൊക്കെയോ മന്ത്രങ്ങൾ രഹസ്യം പോലെ ഉരുവിട്ട ശേഷം കണ്ണുകൊണ്ട് അടുത്ത് നിൽക്കാൻ ആംഗ്യം കാട്ടി. ഞാൻ അതുപോലെ ചെയ്തു. അവിടെയുണ്ടായിരുന്ന തളികയിൽ മഞ്ഞച്ചരടിൽ ചന്ദനത്തിൽ പൊതിഞ്ഞ ഒരു തകിട് കെട്ടിവെച്ചിരുന്നു. അയാൾ വീണ്ടും എന്തൊക്കെയോ പ്രാർത്ഥിച്ചിട്ട് അതെടുത്തു എനിക്കരികിലേക്ക് വന്ന് എൻ്റെ കഴുത്തിൽ കെട്ടി. ശേഷം അവിടെ ഉണ്ടായിരുന്ന പൂമാല പരസ്പരം അണിയിച്ചു. അമ്മ വന്ന് എൻ്റെ കൈ അയാളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത ശേഷം റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്വാമി മാല ഊരിമാറ്റി എന്നോടും അതുപോലെ ചെയ്യാൻ പറഞ്ഞു. ഞാനിപ്പോൾ അയാളുടെ ഭാര്യയായിരിക്കുന്നു. അദ്ദേഹം അവിടെയുള്ളൊരു പീഠത്തിലിരുന്നു. എന്നെ മടിയിലിരിക്കാൻ ക്ഷണിച്ചു. ഞാൻ മടിച്ചു നിന്നു. അയാൾ എൻ്റെ കയ്യിൽ പിടിച്ച് തുടയിലിരുത്തി. പേടിയുണ്ടോ അപ്പു? അയാൾ ചോദിച്ചു. ഞാനൊന്ന് മൂളി. ഇങ്ങോട്ട് നോക്കപ്പു മോളെ. അയാളുടെ കണ്ണിലേക്ക് നോക്കിയ ഞാൻ പകച്ചുപോയി. തീക്ഷ്ണതയുള്ള കണ്ണുകൾ. എനിക്കതിലേക്ക് നോക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ണുകൾ അടച്ചു പിടിച്ചു. അയാളുടെ ചുണ്ടുകൾ എൻ്റെ ചുണ്ടിലേക്ക് അടുക്കുന്നതായി ഞാൻ അറിഞ്ഞു. ശേഷം ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരായി.
എന്നെ അയാൾക്ക് പൂർണ്ണമായും സമർപ്പിച്ചു. എഴുന്നേറ്റോളൂ, അമ്മയുടെ മുറിയിലേക്ക് പോകൂ. വസ്ത്രങ്ങൾ എടുക്കാൻ തുടങ്ങിയ എന്നെ അയാൾ വിലക്കി. ഇങ്ങനെ തന്നെ പോകണം. അമ്മയുടെ മുന്നിലേക്ക് ഇങ്ങനെ പോകാൻ എനിക്കെന്തോ ജാള്യത തോന്നി. പക്ഷേ പോയല്ലേ പറ്റുള്ളൂ. ഞാൻ അങ്ങോട്ട് നീങ്ങി. നാണം കൊണ്ട് ഞാൻ നടന്നു നീങ്ങി. ശേഷം കഥ പോകുന്നത് അമ്മയിലയുടെ കാഴ്ചപ്പാടിലൂടെ. വിവാഹശേഷം അരമണിക്കൂറിന് ശേഷമാണ് അപ്പു റൂമിലേക്ക് വരുന്നത്. ശയനം കഴിഞ്ഞു വരുന്ന അവളെ കണ്ട് ഞാനൊന്ന് അന്താളിച്ചു. നാണം കൊണ്ട് അവൾ എൻ്റെ മുഖത്ത് നോക്കാതെ കുനിഞ്ഞു നിന്നു. അവൾ നന്നെ വിയർത്തിട്ടുണ്ടായിരുന്നു. അവളെ ഒന്ന് നോക്കി അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ അഭിമാനം കൊണ്ടു. കൂടെ ആ സ്വാമി ഭാഗ്യവാനാണെന്ന തോന്നലും. ആലോചിച്ച് നിൽക്കാതെ അവിടെ ഉണ്ടായിരുന്ന ഒറ്റമുണ്ടെടുത്ത് അവളെ പുതപ്പിച്ച ശേഷം കുളക്കരയിലേക്ക് നടന്നു. കുറച്ച് പടിക്കെട്ടുണ്ടായിരുന്നത് ഇറങ്ങി വെള്ളത്തിൽ തൊട്ടപ്പോൾ നല്ല തണുപ്പ്. മോളെ, തണുപ്പുണ്ട്, വേഗം ഒരു വട്ടം മുങ്ങിക്കയറിക്കോ. അവൾ 2-3 പടികൾ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് മതി എന്ന് ഞാൻ പറഞ്ഞു. ആഴമുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ലല്ലോ. അവൾ 1-2 വട്ടം വെള്ളത്തിൽ മുങ്ങി നിവർന്നു. ഒറ്റമിണ്ട് നനഞ്ഞ് അവളുടെ ശരീരത്തിലൊട്ടി. മതി മോളെ, കയറി വാ. പടികൾ കയറി അപ്പു മുന്നിൽ നടന്നു. അപ്പോഴാണ് അവളുടെ അരക്കെട്ടിൻ്റെയും മറ്റും യഥാർത്ഥ ഭംഗി ഞാൻ അറിയുന്നത്. സ്വാമിയുടെ മുറിയിലെത്തിയപ്പോൾ അവൾക്കിരിക്കാൻ ഒരു കസേര തയ്യാറാക്കിയിരുന്നു. ഞാൻ പായ വിരിച്ച ശേഷം പുഷ്പങ്ങൾ അതിൽ വിതറി. എല്ലാം അയാൾ പറഞ്ഞ പോലെ ചെയ്ത ശേഷം ഞാനിരുന്ന മുറിയിലേക്ക് വന്ന് അയാൾക്ക് വേണ്ടി കാത്തിരുന്നു. പിന്നെയും കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാണ് അയാൾ വന്നത്. നേരത്തെ ധരിച്ചിരുന്ന വരണ്ട വസ്ത്രങ്ങളില്ല, മുണ്ടുമില്ല. അയാൾ മെലിഞ്ഞ ഒരു ദുർബലനാണെന്നുള്ള എൻ്റെ ധാരണ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. കറുത്ത ശരീരത്തിൽ ബലമേറിയ പേശികൾ, വയറിൽ വരെ ബലമേറിയ പേശികൾ അടുക്കി വെച്ച പോലെ ഇരിക്കുന്നു. രോമാവൃതമായ നെഞ്ചിൽ ഉറച്ച പേശികൾ, അരയിൽ ഒരു കോണകം വലിച്ചു കെട്ടിയിരിക്കുന്നു. അയാളുടെ കാലുകൾ പാറ പോലെ ഉറച്ചതും ദൃഢമുള്ളവയുമായിരുന്നു. അയാൾ ഒന്നും മിണ്ടാതെ വന്ന് പീഠത്തിലിരുന്നു. ഞാൻ അയാൾക്ക് മുന്നിൽ ചെന്നിരുന്നു. ചെയ്യേണ്ട വിധമടങ്ങിയ പേപ്പർ നിവർത്തി വെച്ചു. കുറച്ച് വെള്ളം അയാളുടെ ദേഹത്തേക്ക് ഒഴിച്ച് തൊഴുത്തു. ശേഷം തൊട്ട് വണങ്ങി. അയാൾ മുട്ടുകാലിൽ എഴുന്നേറ്റ് നിന്നു. മിഴിച്ചു നിന്ന എന്നോട് അയാൾ പറഞ്ഞു, നോക്കി നിൽക്കാതെ വേഗം ചെയ്യൂ, മുഹൂർത്തം തെറ്റിയാൽ പിന്നിന്ന് നടക്കില്ല. ഞാൻ വേഗം പേപ്പറിൽ പറഞ്ഞ പോലെ ചെയ്യാൻ ആരംഭിച്ചു. എല്ലാം ചെയ്തതിന് ശേഷം അയാൾ തിരിഞ്ഞു നടന്നു. സ്വാമി, അവൾ കൊച്ചാണ്, ഞാൻ അറിയാതെ പറഞ്ഞുപോയി. അയാൾ തിരിഞ്ഞു നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തിട്ട് അപ്പുവിനടുത്തേക്ക് പോയി. മണിയറ റൂമിന് വാതിലുണ്ടായിരുന്നില്ല. നേർത്ത ഒരു സാരിത്തുണി കർട്ടൻ പോലെ ഇട്ടിരുന്നു. അവിടെ നടക്കുന്നത് കാണാൻ എനിക്ക് ആശ തോന്നി. ഞാനും അവിടേക്ക് പോയി. അപ്പുമോൾ അപ്പോഴും കസേരയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ചെറുതായി തണുക്കുന്നതായി തോന്നി. നനഞ്ഞൊട്ടിയിരുന്ന വസ്ത്രത്തിൽ അവൾ ഒന്നുകൂടെ സുന്ദരിയായി തോന്നി. സ്വാമി മുറിയുടെ മൂലയിൽ നിന്ന് എന്തോ ചെയ്യുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അപ്പുമോളുടെ അടുത്ത് വന്നു. അപർണ, പേടിയുണ്ടോ തനിക്ക്? അപ്പുമോൾ പേടിച്ച പേടമാൻ മിഴികൾ ഉയർത്തി. അവൾ ഒന്നും മിണ്ടാതെയിരുന്നു. മുഖം കുനിച്ചു നിന്ന അപർണയുടെ മുഖം അയാൾ ഉയർത്തി. എന്തോ കണ്ടതും അവളൊന്ന് ഞെട്ടുന്നത് ഞാൻ കണ്ടു. ആദ്യമായിട്ടായിരിക്കും അവൾ ഇങ്ങനെയൊന്ന് ഞെട്ടിക്കാണുന്നത്. ചില ഇംഗ്ലീഷ് വീഡിയോയിൽ കാണുന്ന കറുമ്പന്മാരെ പോലെയുണ്ട് അയാൾ. ശരിക്കും അവരെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയതും. വെളുത്ത് തുടുത്ത് സുന്ദരിയായ യുവതിയായ എൻ്റെ മോളും കറുത്ത് മസിലുമുള്ള മധ്യവയസ്കനും, ശരിക്കും ഒരു മദാമ പെണ്ണും നീഗ്രോ പുരുഷനും. കർമ്മങ്ങളുടെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുന്നത് ഞാൻ കണ്ടു. അപ്പു എല്ലാ ചടങ്ങും ആസ്വദിക്കുന്നുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ പിന്നിട്ടു.
സ്വാമിയുടെയും അപ്പുമോളുടെയും ശയനം ഭംഗിയോടെ പൂർത്തിയായി. അപ്പു തീർത്തും അവശയായിരുന്നു. കിളവൻ ഇപ്പോഴും ജിൽ ജില്ലെന്നും പറഞ്ഞ് നിൽക്കുന്നത് അയാളുടെ സ്റ്റാമിനയിൽ എനിക്ക് അത്ഭുതം തോന്നി. രണ്ടുപേരും പൂമെത്തയിൽ ക്ഷയിക്കുന്നു. അയാൾ വീണ്ടും എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിടുന്നു. ശേഷം ഒരു ചെപ്പിൽ നിന്ന് കുങ്കുമമെടുത്ത് അപ്പുവിൻ്റെ നെറ്റിയിൽ ചാർത്തി. ഇനി കഥ മന്ത്രവാദിയിലൂടെ. കുറച്ചു നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു പെണ്ണിൻ്റെ കൂടെ ക്ഷയിക്കാൻ അവസരം കിട്ടിയത്. അതും നല്ല ഇളം ചരക്കും പോരാത്തതിന് കന്യകയും. അവൾ എഴുന്നേൽക്കാൻ പോലും വയ്യാതെ പായയിൽ തന്നെ കിടക്കുന്നു. എല്ലാം കണ്ടുകൊണ്ട് അമല അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കണ്ടപ്പോൾ അവളുടെ കണ്ണിലെ തിളക്കം താൻ കണ്ടതാണ്. മനസ്സുകൊണ്ട് ഇപ്പോൾ വേണമെങ്കിലും അമലയും കൂടെ കിടത്താൻ ഞാൻ റെഡിയാണ്. പക്ഷേ ശരീരം സമ്മതിക്കുന്നില്ല. നല്ല ക്ഷീണം തോന്നുന്നു. കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ടാവാമെന്ന് കരുതി അവരെ ഞാൻ പറഞ്ഞയച്ചു. വെളുപ്പിനുള്ള ക്രിയകൾ എൻ്റെ ഫേവറേറ്റാണ്. ആയതിനാൽ വെളുപ്പിന് ക്രിയകൾ നടത്താൻ ഞാൻ പ്ലാനിട്ടു. വെളുപ്പിന് 4 മണിയായപ്പോൾ ഞാൻ അമലയുടെ ഫോണിൽ വിളിച്ച് കുളക്കടവിലേക്ക് വരാൻ പറഞ്ഞു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൾ എത്തി. കൂടെ മകൾ അപ്പവും ഉണ്ടായിരുന്നു. അവളുടെ മുഖം ഒന്ന് തുടുത്തിട്ടുണ്ട്. മണിക്കൂറുകൾക്ക് മുന്നേ ഞാൻ അവൾക്ക് കൊടുത്ത സ്വർഗീയ അനുഭൂതിയുടെ അലയൊലികൾ. ഇപ്പോൾ അവൾ ഒരു ഷോർട്ട്സും ടീഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. അമല ഒരു നൈറ്റിയും. മോൾ എന്തിനാ വന്നത്? അമ്മ മാത്രം വന്നാൽ പോരായിരുന്നോ? അമലയാണ് അതിന് മറുപടി പറഞ്ഞത്. അവൾക്ക് അവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടി, അതാ. എന്നാ മോള് മുകളിലത്തെ പടിയിലിരുന്നോളൂ. അമല മുങ്ങി നിവർന്നു വരൂ, ഞാൻ പറഞ്ഞു. ഞാൻ അമലയോട് മുങ്ങി വരാൻ ആവശ്യപ്പെട്ടു. ഞാനും അവൾക്കൊപ്പം കയ്യിൽ പിടിച്ച് കുളത്തിലേക്കിറങ്ങി. 4-5 പടികൾ ഇറങ്ങിയപ്പോഴും അവളൊന്ന് മടിച്ചു നിന്നു. കുഴപ്പമില്ല, ഇറങ്ങിക്കോ, ഞാനില്ലേ കൂടെ. ഞാൻ ഇറങ്ങി നെഞ്ചൊപ്പം വെള്ളത്തിൽ നിന്നു. കൂടെ ഇറങ്ങി അമലയുടെ കഴുത്തൊപ്പം വെള്ളമുണ്ടായിരുന്നു. ഞാനും അവളും ഓരോ പ്രാവശ്യം മുങ്ങി നിവർന്നു. ഞാൻ അവളെ വലിച്ച് എന്നിലേക്കടുപ്പിച്ചു. സ്വാമി, മോള് കാണും, റൂമിൽ പോരെ? പോരാ, ഇങ്ങനെ വേണം, എന്നാലേ പൂജാകർമ്മങ്ങൾക്ക് ഉഗ്രഫലമുണ്ടാവും. അപർണയുടെ മുന്നിലിട്ട് തന്നെ ഇവളെ വേണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപർണയുടെ കൺമുന്നിൽ വെച്ച് തന്നെ സ്വാമിയുടെയും അമലയുടെയും പൂജാകർമ്മങ്ങൾ കുളക്കടവിൽ വെച്ച് ഭംഗിയായി നടന്നു. തുടർ ഭാഗം അപ്പുവിലൂടെ. എല്ലാം കണ്ട് ഞാൻ പകച്ചു പോയിരുന്നു. അമ്മയ്ക്കിത്ര ആഗ്രഹം ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്തായാലും സ്വാമി എനിക്കും അമ്മയ്ക്കും നന്നായി സ്വർഗീയ അനുഭൂതികൾ തന്നു. കുറേ നാളായി അമ്മയുടെ മനസ്സിൽ കാർമേഘം കെട്ടിയിരുന്നത് പേമാരിയായി പെയ്തിറങ്ങി. പിറ്റേന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് എണീറ്റത്. ബാക്കിയുള്ള കാര്യങ്ങളായ താലി അഴിക്കാൻ അന്ന് തന്നെ കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് പോന്നെങ്കിലും ഇടയ്ക്ക് സ്വാമിയെ ഞങ്ങൾ വിളിച്ചിരുന്നു. 2 മാസം കഴിഞ്ഞിട്ടും നല്ലതൊന്നും വന്നില്ലെന്ന പരാതി പറഞ്ഞപ്പോൾ ഉടനെ നല്ലത് വരും എന്നാശ്വസിപ്പിച്ചു. ഇടയ്ക്ക് അമ്മ അയാളുടെ അടുത്ത് പോയിരുന്നു. പിറ്റേന്നാണ് തിരികെ വന്നത്. അന്നും അയാൾ അമ്മയുമായി ശയനം നടത്തി എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കെന്തോ അപകർഷതാബോധം തോന്നി. എന്നെ ഒന്നുകൂടി അയാൾ വിരിച്ചിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിരുന്നു. ആ ഇടയ്ക്കാണ് യങ് ബിസിനസ് മീറ്റിൻ്റെ ഭാഗമായി ബിൽഡറും ഇൻവെസ്റ്ററുമായ ശ്രേയസ് മേനോൻ ഞങ്ങളുടെ ക്യാമ്പസിലെത്തിയത്. ഞാൻ ആർട്സ് ക്ലബ് അംഗമായതുകൊണ്ട് അദ്ദേഹത്തെ അടുത്തറിയാനും പരിചയപ്പെടാനും കഴിഞ്ഞു. മീറ്റ് കഴിയുന്നതോടെ ആ സൗഹൃദം കഴിയുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു കോൾ എന്നെ തേടിയെത്തി. അപർണ, ഞാൻ ശ്രേയസാണ്, മനസ്സിലായോ? യെസ് ചേട്ടാ, എനിക്ക് മനസ്സിലായി. ഓ താങ്ക്സ്. തന്നോടൊരു കാര്യം പറയാനാണ് വിളിച്ചത്. ആദ്യം കണ്ടപ്പോൾ തന്നെ ഇയാളെ എനിക്കിഷ്ടപ്പെട്ടിരുന്നു. പിന്നെ പരിചയപ്പെട്ടപ്പോൾ ക്യാരക്ടറും ഇഷ്ടമായി. പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല.
ഇഷ്ടമാണെന്ന് പറയണമെന്ന് തോന്നി. മറ്റൊന്നും നോക്കുന്നില്ല. തനിക്ക് വേറെ അഫെയർ ഒന്നുമില്ലെങ്കിൽ പ്രേമിക്കണമെന്നൊന്നും പറയുന്നില്ല. വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ എൻ്റെ പേരൻസിനെ അങ്ങോട്ട് വിടാം. എൻ്റെ മനസ്സിൽ ലട്ടുപൊട്ടി. കുറേ നേരം ഞാൻ മിണ്ടാതിരുന്നു. ഹലോ അപർണ, എന്താണൊന്നും മിണ്ടാത്തത്? ആ ചേട്ടാ, ഞാൻ കേട്ടു. ആലോചിച്ചിട്ട് പറഞ്ഞാൽ പോരെ? ഞാനൊരു ഭംഗിവാക്ക് എന്ന രീതിയിലാണത് പറഞ്ഞത്. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എല്ലാം സ്വാമിയുടെ അനുഗ്രഹം. അമ്മ അയാൾക്ക് നന്ദി പറയാൻ അയാളുടെ അടുത്ത് വീണ്ടും പോയി. അന്നും പരിപാടി നടന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ വിവാഹത്തിന് ശേഷവും 2-3 തവണ എൻ്റെ അറിവിൽ അമ്മ വീണ്ടും അയാളുടെ അടുത്ത് പോയി. വീട്ടിൽ പോയ ഒരു ദിവസം ഞാനും അമ്മയും അവിചാരിതമായി ഒരു വാർത്ത കേട്ട് ഞെട്ടി. അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: വ്യാജ സിദ്ധൻ പിടിയിൽ. സ്ഥലം കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി നിരവധി ക്രിമിനൽ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയായിരുന്ന വ്യാളി ശശി എന്നറിയപ്പെട്ടിരുന്ന ശശിധരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കർണാടകയിലെ ബൊമ്മനഹള്ളിയിൽ 2010 നടന്ന പോക്സോ കേസിലും ഇയാൾ 1-ാം പ്രതിയാണ്. കഴിഞ്ഞ 6 വർഷമായി തമിഴ്നാട് പോലീസ് ഇയാളെ തിരയുകയായിരുന്നു. ചെന്നൈയിൽ ചിട്ടിക്കമ്പനി തട്ടിപ്പ് നടത്തിയ കേസിൽ നടന്ന അന്വേഷണമാണ് ശശിധരനിലേക്ക് എത്തിയതും ബാക്കി കേസുകളുടെ ചുരുളഴിഞ്ഞതും. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് കസ്റ്റഡിയിൽ വിട്ട് കൂടുതൽ തെളിവെടുപ്പിനായി കർണാടകയിലേക്കും കൊണ്ടുപോകും. വിലങ്ങ് വെച്ച് പോലീസുകാരുടെ കൂടെ നിൽക്കുന്ന അയാളുടെ ഫോട്ടോയുമുണ്ട്. ഞങ്ങൾ ഷോക്കടിച്ച പോലെ നിന്നുപോയി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറി എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വിത്ത് ലവ്, അലീന.